മെസ്സി എഫക്റ്റ്, മെസ്സി ഇമ്പാക്റ്റ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രൗണ്ടിനകത്ത് ലയണൽ മെസ്സിക്ക് എന്ത് എഫക്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലയണൽ മെസ്സിയുടെ കളികൾ കാണുന്ന എല്ലാ ഫുട്ബോൾ ഫാൻ അറിയാം മെസ്സിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നത്. എന്നാൽ ഗ്രൗണ്ടിന് വെളിയിലത്തെ ലയണൽ മെസ്സിയുടെ ഇമ്പാക്റ്റ് അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർ മയാമി അവരുടെ ആദ്യത്തെ 5 മത്സരവും, അതായത് 2026 ആദ്യത്തെ 5 ഒഫീഷ്യൽ മാച്ചസും എവേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. സാധാരണ ഒരു ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് ഹോം അഡ്വാൻറ്റേജ് കാണും, എവയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് കാണും. എന്താ കാരണം? ആരാധകർ ഹോം ഗ്രൗണ്ടിൽ കൂടുതൽ ഫാൻസ് ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ടീമിൻ്റെ ഫാൻസ് ആയിരിക്കും. എന്നാൽ എവേ ഗ്രൗണ്ടിൽ അവരുടെ ഫാൻസ് ആയിരിക്കും കൂടുതൽ കാണുക. അതുകൊണ്ട് തന്നെ കൂടുതൽ സപ്പോർട്ടൊന്നും ലഭിക്കത്തില്ല. ഈ ഹോം ഗ്രൗണ്ടിൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ചാൻഡിങ് ആണ്. ആരാധകരുടെ സപ്പോർട്ട്, ആരാധകരുടെ ചാൻഡിങ്. ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് കാരണം മാത്രം മികച്ച പെർഫോമൻസ് നടത്തുന്ന ചില ടീമുകളുണ്ട്. അതായത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ സീസണിൽ തന്നെ നടന്നിട്ടുള്ള 2 ഇൻസിഡൻറ്റ് പറയും. ഒന്നാമത്തെ ഇൻസിഡൻറ്റ്, ഈ ഇടയ്ക്ക് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സ്വന്തം ഗ്രൗണ്ടിൽ 3 ഗോളിന് തോൽപ്പിച്ചിരുന്നു. ആ മാച്ചിൽ ആരാധകരുടെ പിന്തുണയാണ് ആ ടീമിന് ആ ഒരു മികച്ച പെർഫോമൻസ് നടത്താൻ കാരണമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ലിവർപൂൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ലിവർപൂളിന്റെ ആൻഫീൽഡിൽ പോയിട്ട് റയൽ മാഡ്രിഡ് ഒരു മത്സരം കളിക്കുന്നത്. ആ മാച്ച് ലിവർപൂൾ ഈസി ആയിട്ട് ജയിച്ചു. ആ മാച്ച് ലിവർപൂളിനെ ഈസി ആയിട്ട് അടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു റയൽ പോയത്, പക്ഷെ കഴിഞ്ഞില്ല. അതിനൊക്കെ കാരണം ഹോം അഡ്വാൻറ്റേജ് ആണ്. ആൻഫീൽഡ് പോലത്തെ ഒരു ഗ്രൗണ്ടിൽ പോയി കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ആരാധകരാണ്, ആരാധകരുടെ പിന്തുണയാണ്. അപ്പൊ ഹോം ഗ്രൗണ്ടിൽ കൂടുതൽ പിന്തുണ ലഭിക്കും. എന്നാൽ ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ അല്ല. MLS ഇന്റർ മയാമിയുടെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോം എവേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ചില മത്സരങ്ങളിൽ ഇല്ല എന്നതാണ്. ഇന്റർ മയാമി കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡെൻസൻ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ കീപ്പർ സൈൻ ചെയ്തിരുന്നു. MLS കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള അവാർഡ് നേടിയിട്ടുള്ള കീപ്പറായിരുന്നു. അപ്പോൾ ആ ഡെൻസൻ ക്ലർക്ക് പറയുകയാണ്, എവേ മത്സരങ്ങളിൽ ഞങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ് ഇല്ല. ഇന്റർ മയാമിയെ സംബന്ധിച്ച് അവരുടെ ലീഗിലെ ആദ്യത്തെ 5 മത്സരങ്ങൾ, അതായത് അവരുടെ ഈ ഒരു 2026 ജേണിയിലെ ആദ്യത്തെ 5 മത്സരങ്ങൾ എവേ മാച്ചസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീഡം പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പുതിയതായിട്ട് ഒരു സ്റ്റേഡിയം പണിയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ അവസാനത്തെ മിനുക്ക് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യത്തെ 5 മത്സരം 5 ഫിച്ചേഴ്സും എവേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എവേ മാച്ചസ് ആണ് കളിക്കുന്നത്. അപ്പോൾ എവേ മാച്ചസിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു മൂമെന്റത്തെ ബാധിക്കും. എന്നാൽ ഇന്റർ മയാമിക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ആദ്യത്തെ മത്സരം അവർ തോറ്റു, കഴിഞ്ഞ 2 മത്സരം അവർ ജയിച്ചു. ലയണൽ മെസ്സി മികച്ച പെർഫോമൻസ് നടത്തി. കഴിഞ്ഞ 2 മാച്ചിൽ തന്നെ 3 ഗോളുകൾ മെസ്സി സ്കോർ ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഗോൾ കൂടി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 900 ഗോളുകൾ എന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് ലയണൽ മെസ്സിക്ക് എത്താനും കഴിയും. അപ്പോൾ ഇപ്പോൾ പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലയണൽ മെസ്സി കളിക്കുന്ന ടീമിന് ഭൂരിഭാഗം സമയവും, അതായത് ഇന്റർ മയാമിയുടെ കാര്യത്തിൽ ഭൂരിഭാഗം സമയവും എവേ ഡിസഡ്വാൻറ്റേജ് ഇല്ല. എവേ ഗ്രൗണ്ടിലും ഇന്റർ മയാമിയുടെ ഫാൻസാണ് കൂടുതലുള്ളത്. ഹോം ഗ്രൗണ്ട് പോലെയാണ്. മെസ്സിയുടെ ഇമ്പാക്റ്റ്, മെസ്സിയുടെ എഫക്റ്റ് ആണ് അതിനുള്ളൊരു പ്രധാന കാരണം എന്നതാണ്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, MLS കൂടുതൽ ആളുകൾ കാണാത്തൊരു ലീഗാണ്, അവിടെ ആരാധകർ കുറവാണ് എന്നത്. പക്ഷേ MLS ആ ഒരു അറ്റൻഡൻസ്, ആവറേജ് അറ്റൻഡൻസ് 21,000-ന് മുകളിലാണ്. 21,000 ഒരു കണക്കാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ പറഞ്ഞുതരാം. 48 ടീമുള്ള ഒരു ലീഗാണ് MLS. മൊത്തം ടോട്ടൽ അറ്റൻഡൻസ് ഉണ്ടല്ലോ, ഒരു സീസണിലെ ടോട്ടൽ അറ്റൻഡൻസ് മൊത്തം വന്നിട്ടുള്ള ആരാധകരുടെ എണ്ണം, അതാണ് ടോട്ടൽ അറ്റൻഡൻസ്. ആ ടോട്ടൽ അറ്റൻഡൻസിൽ നിന്ന് മൊത്തം നടന്നിട്ടുള്ള മത്സരങ്ങളെ ഹരിക്കുമ്പോഴാണ് ഈ ഒരു 21,000 സംതിങ്, 22,000-ന് അടുത്താണ് ഈ ഒരു എണ്ണം കിട്ടുന്നത്. ഇതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മത്സരങ്ങളുള്ള ഒരു ലീഗാണ്, 48 ടീമാണ്. ഒരു ടീമിന് 34 മാച്ചസ് ഒക്കെ വരത്തുള്ളൂ, പക്ഷേ എല്ലാ ടീമിനും അതുപോലെ വരും. പിന്നെ പ്ലേ ഓഫ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നോക്കൗട്ട് റൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മത്സരങ്ങളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 21,000 സംതിങ്, അതായത് 22,000-ന് തൊട്ടടുത്താണ്. അപ്പോൾ ആ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ കണക്കാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം, കൃത്യമായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് 21,988 എന്നതാണ്. അപ്പോൾ ആൾമോസ്റ്റ് 22,000 ആരാധകർ ആവറേജ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ വരുന്ന ഒരു ലീഗാണ്. അപ്പോൾ ആ ലീഗിൽ മിക്ക ടീമിന് അപ്പോൾ വലിയ രീതിയിൽ ഫാൻസ് കാണും. അപ്പോൾ അങ്ങനെ ഉള്ള ഫാൻസ് ഉള്ള ടീമിനെതിരെ പോലും ഇന്റർ മയാമി കളിക്കുന്ന സമയത്ത്
അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോലും ഇന്റർ മയാമിക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നു, ആരാധക പിന്തുണ ലഭിക്കുന്നു. ഇന്റർ മയാമിക്ക് ഫാൻസ് എന്ന് പറയുമ്പോൾ ഇന്റർ മയാമിയുടെ ഫാൻസ് മെസ്സിയുടെ ഫാൻസാണ്. മയാമിക്ക് ഫാൻസേ ഇല്ലെന്നല്ല, മെസ്സി വരുന്നതിന് മുമ്പ് അവർക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫാൻസ് എന്ന് പറയുന്നത് ലയണൽ മെസ്സിയുടെ ഫാൻസാണ്. അപ്പം മെസ്സിയുടെ ഫാൻസ് ഗ്രൗണ്ട് നിറയ്ക്കുന്നു. അത് ടീമിനെ സംബന്ധിച്ച് എവേ മാച്ച് കളിക്കുന്നു എന്ന് തോന്നുന്നേ ഇല്ല. ഒരു ഹോം മാച്ച് കളിക്കുന്ന ഒരു ഫീലാണ്. അവർക്ക് ഡിസഡ്വാൻറ്റേജ് ഇല്ല എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാച്ച് 2 വിജയിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ലയണൽ മെസ്സി ഇതുപോലത്തെ കുറേ താരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ ആ ഒരു ഫാൻസ് സപ്പോർട്ട് ചെയ്യും. മെസ്സി അതിൽ ടോപ്പിൽ നിൽക്കുന്ന പ്ലേയേഴ്സിൽ ഒരാളാണ്. മെസ്സിയുടെ മത്സരം കാണാനായിട്ട് വലിയ രീതിയിൽ ആരാധകർ വരും. കഴിഞ്ഞ മത്സരത്തിൽ 72,000-ഓളം ആളുകൾ വന്നിരുന്നു. അതിന് മുമ്പത്തെ മത്സരം 75,000-ഓളം ആളുകൾ ആ ഒരു ഗ്രൗണ്ട് നിറച്ചിരുന്നു. അതിൽ ഭൂരിഭാഗം ആളുകളും മെസ്സിയുടെ ഇന്റർ മയാമിയുടെ ഫാൻസാണ്, ഇന്റർ മയാമിയെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ടീമിന് അവരുടെ ആ ഒരു ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. ഇതാണ് ലയണൽ മെസ്സിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് മെസ്സി കളിക്കുന്ന ടീമിന് എവേ ഗ്രൗണ്ടും ഹോം ഗ്രൗണ്ട് പോലെയാണ് എന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.